അറിയോ? വേലയത്തിന്റെ വെല്ലിച്ചെങ്കിൽ വന്നാണ് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ പൂരപ്പറമ്പിൽ ഞാൻ തെരഞ്ഞു തുടങ്ങി. വെല്ലിച്ചനെ കാണാനില്ല. അപ്പൊ പറഞ്ഞത് സുബ്രന്റെ മെയിൻ ആളാന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ പിന്നെ സുബ്രനെ അന്വേഷിച്ചു. എന്നിട്ട് ആളോട് അന്വേഷിച്ചാൽ പിന്നെ കിട്ടില്ലോ. ഈ ആളെ കിട്ടി വെച്ചിട്ട് ആളെന്നെ അന്വേഷിച്ചു. രണ്ടാളും കാണാനില്ല. അപ്പൊ അതില് ശിവുണ്ട്, പാർവതി ഉണ്ട്, ക്ഷമയുണ്ട്. ആ നമ്മുടെ ആൾക്കാര് തെയ്യമിട്ട് അറിഞ്ഞല്ലേ, ഷാപ്പൊന്നും കൂടെ ഇറങ്ങില്ലേ തെയ്യം. എന്നിട്ടാ ഇറങ്ങില്ലെന്ന് വെച്ചാൽ പോരാൻ പറ്റാണ്ടല്ല, അതിങ്ങനെ തടഞ്ഞിട്ട് ഇവിടെ കടക്കാൻ പറ്റണ്ടേ. ഏറ്റവും ഇതൊരു തുള്ളി വെച്ചാൽ അതൊന്നും നോക്കിട്ട് ഇനി കടന്നു വെച്ചാൽ അപ്പം നടക്കില്ല. അങ്ങനെ ഒരു ലിറ്റർ കുടിച്ച് കഴിഞ്ഞാൽ കാട്ടും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുമ്പോ പിന്നെ തെയ്യങ്ങളിങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ എൻ്റെ വെല്ലിച്ചിനെ കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ തെയ്യങ്ങളെ നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ വരില്ലപ്പോ. വയ്യാണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നാളെ 5 മണിക്ക് കല്ലടിക്കോട് പോകണമെന്ന് പറഞ്ഞ ആളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓർമ്മപ്പെടുത്തിയതല്ലേ, ഓർമ്മപ്പെടുത്താനും വയ്യേ. 5 മണിക്ക് പോകണം. കൂട്ടുകാരൻ വണ്ടി കൊണ്ടുണ്ട്. അതിങ്ങനെ നിൽക്കുന്ന അവിടെ ഞാൻ എൻ്റെ വെല്ലിക്കിനെ നോക്കിക്കണമെങ്കിൽ അതും അവിടെ നിൽക്കും. അപ്പം ഇങ്ങനെ തെയ്യങ്ങളിങ്ങനെ വരില്ലേ. തെയ്യങ്ങൾ വന്നുകൊണ്ട് ഇരിക്കണ്ട കേട്ടോ, ഇരിക്കണ്ട. അപ്പം തമ്മണമടിക്ക് ഇരിക്കേണ്ടി വരും. എന്നിട്ട് അങ്ങനെ തെയ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യം ശിവൻ വരുന്നത്. അങ്ങനെ അപ്പം നോക്കണ്ട് ഞാൻ. ശിവ അടുത്ത് വരുമ്പോൾ ചോദിക്കണ്ട്, വെല്ലിച്ചനാണോ? അപ്പൊ ശിവമുണ്ട്. അപ്പൊ ഉണ്ട്. അപ്പൊ അതല്ല. പിന്നെ അടുത്തത് വരുന്നുണ്ട്, പാർവതി വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ അടുത്തിട്ടപ്പോ വെല്ലിച്ചനാണോ? അപ്പൊ അതുമല്ല. ഇങ്ങനെ പോണ്ട്. ഇങ്ങനെ 2-3 തെയ്യം പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അയ്യപ്പസ്വാമി വരുന്നുണ്ട്. അപ്പൊ അയ്യപ്പസ്വാമി ഇങ്ങനെയല്ലേ ഇരിക്കുക. അയ്യപ്പസ്വാമി ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ അകലേന്ന് വരയ്ക്കുമ്പോ ഈ ഇരിക്കണ അയ്യപ്പസ്വാമിക്ക് താഴ്ത്തി 2 കാലം. ഈ ഇരിക്കുന്ന ആളെ ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ നോക്കുന്നത്. അപ്പൊ തോന്നിട്ട് വരണതിന്റെ വെല്ലിച്ചനാണ്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, വെല്ലിച്ചനാണോ വേറെ? അപ്പൊ ആള് പറയാ, വെല്ലിച്ചനൊക്കെ എവിടെയൊക്കെ പോയി, ഞാൻ സൂപ്പറിനാണ്. അതിനിപ്പോ ആളില്ലാണ്ട് ആള് തകയാണ്ട് ആളെ കുറിച്ച് വെച്ചിട്ടു. അത് അയ്യപ്പസ്വാമി. ഞാൻ എല്ലാവർക്കും ഫോട്ടോയില് വരെ കൊണ്ട് അയ്യപ്പസ്വാമി കൊടുത്തിട്ടാണ്. അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി ഇവിടൊക്കെ ഇതിലേക്ക് പാടൊക്കെ നടത്തിയിട്ടുണ്ട്. ആള് പിന്നെ ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഇതിന്റെ ബാക്കിലൊരു തലയില്ലാത്തൊരു ദൈവം വരുന്നത്. തലയില്ലാത്ത ദൈവം വരുന്നത്. അപ്പൊ ഞാൻ കുറെ നേരമായി നോക്കുന്നത്. ഇന്നെ കാണുമ്പോ ആ ദൈവം ഇങ്ങനെ മാറില്ല. കയ്യിലൂടെ പോവുക, പുറത്തുകൂടെ ഒക്കെ പോവുക, അങ്ങനെയാണ്. അപ്പൊ ഇതാവും ഇനി വെല്ലിച്ച. പിന്നെ ഇത് ഞാൻ വെല്ലിച്ചനെ കാണാനിന്റെ മനസ്സിൽ രമ്പള ഒരു കാലുമ്പോ തരടുണ്ട്. കാല നോക്കുന്നു ഞാൻ. ഈ കാലം നോക്കണം. അപ്പൊ നോക്കിയപ്പോ കറുത്തൊരു തരട് കൂടെ. എന്റെ വെല്ലിക്കണ തലല്ലാത്ത ദൈവം. ജോസ്കോല വെല്ലിക്ക. അങ്ങനെ ഞാന് ഇത് പിന്നെ രക്ഷപ്പെട്ടോ. വെല്ലിച്ചനാണോ ചോദിച്ചാ. അപ്പൊ അവിടുന്ന് ആള് പറയാ,
പെട്ടുപോയി മോനെ പെട്ടു. ഇനി നീ നാളെ നേരത്തെ സുബ്ബരന്റെ പരിപാടിക്ക് പോകണ്ടട്ടാ. ആളെ പരിപാടിക്ക് പോയി ആളില്ലാണ്ട് വട്ടം പിന്നെ നേരത്തെ കൊണ്ട് ചെല്ലുക. എന്താ ഇവരാണെങ്കിലോ ഈ ആളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു മേളം നടത്തണമെങ്കിൽ ഒരാളൊരു കാല് കെട്ടിക്കും, ആ കാലിൽ വെച്ചിട്ട് അടുത്താൾ വേറെ കാല് വെച്ചു. എന്നിട്ട് എന്നിട്ട് ഇതെന്നാ പരിപാടി? ഈ തെയ്യം ഇങ്ങനെ അമ്പലം നടത്തിൽ ഇങ്ങനെ ചെല്ലുക. അപ്പൊ വെല്ലിച്ചനാണെങ്കിലോ പെണ്ണ് വെച്ചിൻ്റെ അടുത്ത് വരണ്ടേ, എടാ എൻ്റെ വെല്ലിച്ച എവിടെയാ? അപ്പൊ ഞാൻ പറയണ്ട് ആ വരണം, ആ വരണ വെല്ലിച്ച വരണം. വെല്ലിച്ച ദോഷകാര്യം കറക്റ്റൊരു എന്നാ വെച്ച് ഹലോ ഇത് മറ്റേ പാട്ട ഇങ്ങനെ അറിയപ്പെടുള്ളോ. ആ അങ്ങനെ അങ്ങനെ ഞാനെന്ത് ചെയ്തു? അങ്ങനെ ഞാനെന്ത് ചെയ്തു? ഇല്ല വെളിച്ചത്തെ അടുത്തൊരു കാര്യം പറയണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ആര്യവൈദ്യശാലയാണോ? ഒരിക്കലുണ്ടോ? അരിമാരൊക്കെ പിടിച്ചു കഴിക്കണം. അതിന് ആ ഇത് കാല് കണ്ടല്ലേ സാറേ? ആലോചിച്ച് നോക്ക്. ഇയാളെന്ത് മനസ്സിലായി?